എനിക്കൊരു തൈറോയ്ഡ് എന്ന രോഗം 2005 കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ 17 വർഷമായി അതിന് ട്രീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആദ്യമായി ചെക്കപ്പ് ചെയ്യുമ്പോൾ 7.5 ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഡോക്ടർ ആദ്യമേ പറഞ്ഞത് ഓപ്പറേഷനായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞ് 2 വീക്സിൻ്റെ മരുന്നെടുത്ത് നോക്കണം, വല്ല കുറവുണ്ടെങ്കിൽ പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് പോകുമ്പോൾ അത് 3.5 മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മരുന്ന് കൊണ്ട് മാറി കിട്ടുമായിരിക്കും, എങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു മരുന്ന്. അങ്ങനെ 17 വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് 1 വർഷത്തിലൊരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യുമെങ്കിലും നോർമലായിട്ട് തന്നെ കാണുമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ നാത്തൂന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി നാത്തൂനെടുത്തെങ്കിലും ഞാൻ അവളുടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ വാങ്ങിച്ച് രാവിലെയും വൈകിട്ടുമൊക്കെ ചൊല്ലുമായിരുന്നു. അങ്ങനെ ചൊല്ലുന്നിടയ്ക്ക് എനിക്ക് ഈ കൃപാദർശനത്തിലെ സാക്ഷ്യം യൂട്യൂബിൽ കാണാനിടയായി. ആദ്യമൊക്കെ വലിയ കാര്യമില്ല, പക്ഷേ ഇതിനെ ഒന്നും മോശമായിട്ട് ഞാൻ പറയുകയോ ചിന്തിക്കുകയോ ഇല്ല. എങ്കിലും അത് കേട്ട് വരുന്തോറും വലിയ വിശ്വാസവും അത്ഭുതവുമാണ്. ഓരോരുത്തരെയും സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ കരയുന്നതിനെക്കാട്ടി ഞാൻ കരയും. കാരണം വലിയ അനുഭവമാണ് മാതാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാനിടയായി. എല്ലാ ആഴ്ചയിലും കേൾക്കുമായിരുന്നത്. 2019 തൊട്ടാണ് ഇത് കേൾക്കാൻ തുടങ്ങിയത്. 2022 ആയപ്പോൾ ഞാനിവിടെ വെറുതെ വന്നിട്ടുണ്ടായിരുന്നു. കാണാനായിട്ട് വന്നതാണ്. ബാംഗ്ലൂരിൽ തന്നെ വന്നു, കണ്ടുപോയി വെറുതെ. അപ്പോൾ പിന്നെ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രെയറിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ എൻ്റെ മൊബൈലിലൂടെ കേൾക്കുക. റിജൽ എന്ന കുട്ടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ റിജൽ എന്ന കുട്ടിക്ക് തൈറോയ്ഡ് സൗഖ്യപ്പെടുന്നതായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ സാക്ഷ്യം കേൾക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും തൊണ്ടയിലോട്ടൊന്ന് കൈവച്ചിട്ട് എൻ്റെ പേര് റെൻസി അല്ലേ, അത് ഞാനും കൂടി ആയിരിക്കാം, ഞാനും കൂടി ആണ് എന്നൊരു ബോധ്യം എനിക്ക് പെട്ടെന്ന് വന്നു. പക്ഷേ ഒന്നും മാറ്റമൊന്നും എൻ്റെ ശരീരത്തിലും അങ്ങനെയൊന്നും കണ്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തണുത്ത ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട ഭയങ്കര വേദന, കോൾഡ് 17 വർഷമായിട്ട് അത് അങ്ങനെ സ്മെല്ല് വരും മൂക്ക് പഴുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥതയുള്ള ഒരാളായിരുന്നു. 17 വർഷമായിട്ട് ഒട്ടും തണുത്ത വെള്ളം കുടിക്കത്തില്ല, എപ്പോഴും ചൂടുവെള്ളം. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരാഴ്ച ഈ സാക്ഷ്യം കേട്ട്, റിജലിൻ്റെ സാക്ഷ്യം കേട്ട ശേഷം എനിക്കൊരു അസ്വസ്ഥതയില്ല. എല്ലാ വെള്ളവും കുടിക്കും, ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം. അങ്ങനെ എൻ്റെ ശരീരത്തിൽ ശരിക്കൊരു മാറ്റം മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് അനുഭവപ്പെട്ടത് ആ റിജലിനോടൊപ്പം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും ഞാനും പങ്കുകൊണ്ടല്ലോ എന്നൊരു ചിന്ത വന്ന് സൗഖ്യം അനുഭവപ്പെട്ടത്.